മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ ടൗൺഷിപ്പിനുള്ള ഗുണഭോക്തൃ കരട് പട്ടിക അംഗീകരിക്കില്ലെന്ന് ദുരന്തബാധിതർ. അർഹരായ ഒട്ടേറെ പേരെ പട്ടികയിൽ ഉൾപ്പെടുത്താനുണ്ടെന്നും പട്ടികയിൽ 100ഓളം ഇരട്ടിപ്പുണ്ടെന്നുമാണ് പരാതി. അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ ദുരന്തബാധിതർ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസമാണ് 388 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി പുനരധിവാസത്തിനായുള്ള കരട് പട്ടിക പുറത്തിറക്കിയത്. പട്ടികയ്ക്കെതിരെ വ്യാപക പരാതി ഉയർന്നു. ദുരന്തബാധിതരിൽ പലരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെന്നായിരുന്നു പരാതി. പട്ടിക സംബന്ധിച്ച ചർച്ചയ്ക്കായി മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ LSGD ജോയിന്റ് ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിനിടെ ദുരിതബാധിതർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അതിനിടെ പട്ടികയിൽ ഉപഭോക്താക്കളുടെ ഇരട്ടിപ്പുണ്ടെന്നും പരാതി ഉയർന്നു. 10, 11, 12 വാർഡുകളിലായി 100ലധികം ഇരട്ടിപ്പുണ്ടായി. എന്നാൽ പട്ടികയിലെ വീഴ്ചകൾ പരിഹരിക്കാൻ 15 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും 30 ദിവസത്തിനകം കുറ്റമറ്റ രീതിയിൽ അന്തിമ പട്ടിക പുറത്തിറക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. അർഹരായ ഒരാളും പുറത്താവില്ലെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം ഘട്ടം ഘട്ടമായുള്ള പുനരധിവാസമല്ല, ഒറ്റഘട്ടത്തിൽ പൂർത്തിയാകുന്ന പുനരധിവാസമാണ് വേണ്ടെന്ന നിലപാടിലാണ് മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതി. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി വ്യവഹാരങ്ങളില്ലാത്ത ഭൂമി ഉടൻ ഏറ്റെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, വയനാട്.